തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ഡിഷാണ്. എന്ന് വെച്ചാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു എഗ്ഗും ഒരു പൊട്ടറ്റോയും എടുത്തിരുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പീസാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാനത് മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ വേണം. കുറച്ച് മൈദ മതി, ഒരു 1/4 കപ്പ് മൈദ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് ഉരുളക്കിഴങ്ങിനകത്ത് തന്നെ വെള്ളമുണ്ട്. നമ്മളെല്ലാം നല്ല വൃത്തിയാക്കി ഇതിനകത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ എണ്ണയോ ഏതായാലും മതി. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കണം. റൗണ്ട് ഷേപ്പിന് ഇങ്ങനെ പരത്തിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. നമുക്കൊന്ന് തിരിച്ചിടാം. ഈ പാവം കൂടെ വേവട്ടെ. മറ്റേ പാവം വെന്ത് കഴിഞ്ഞ് എണ്ണയില്ല നെയ്ച്ചിരി ഒന്ന് തടവി കൊടുത്താൽ ഇങ്ങനെയാണ്. ഇത് നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പീസാണ്. അധികം ചേരുവയൊന്നും ചേർക്കാതെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ എല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ അവർക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. പൊട്ടറ്റോയും മുട്ടയും കുറച്ച് മൈദയും മതി. ഏകദേശം ആയിക്കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇന്ന് ഞാൻ തയ്യാറാക്കിയത് നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചാൽ മതി, ഓരോ പീസായിട്ട്. നമുക്ക് ഇഷ്ടമനുസരിച്ച് പീസായിട്ട് കഴിക്കാം. നമുക്ക് ഏത് തരം പീസ് വേണമെങ്കിലും ആക്കി കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാം. നമ്മൾ മധുരമൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ. എല്ലാവർക്കും
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയൊക്കെ തയ്യാറാക്കി വെക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്, പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല ഇതാണ് കഴിക്കാനൊക്കെ. അതേപോലെ ഇത് കഴിക്കാൻ നല്ലതാണ്, സോഫ്റ്റാണ്, കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ പെട്ടെന്നൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ, അല്ലാതെ മുട്ടയും ഉരുളൻകിഴങ്ങും കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് തയ്യാറാക്കിയൊക്കെ നോക്കുക. ഇങ്ങനെ പുതിയ ട്രെൻഡിങ് ചെയ്യുന്ന റെസിപ്പീസാണ് ഇതെല്ലാം. ഇതേപോലെ പുതിയ റെസിപ്പീസായിട്ട് നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓരോ ദിവസവും പുതിയ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കോ സപ്പോർട്ടോ ഷെയറിങ് എന്തുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും. ഓക്കെ, ബൈ.